വ്യാഴത്തിൻ്റെ ചിത്രത്തിൽ നോക്കിയാൽ വ്യാഴത്തെ പൊതിഞ്ഞുകൊണ്ട് അനേകം വരകളും ബെൽറ്റുകളുമൊക്കെ കാണാൻ കഴിയും. അമോണിയവും വെള്ളവും നിറഞ്ഞ തണുത്തതും ഇരുണ്ടതോ നേർത്തതോ ആയ മേഘങ്ങളാണവ. ഹൈഡ്രജനും ഹീലിയവും നിറഞ്ഞ അന്തരീക്ഷത്തിൽ അവ അങ്ങനെ പൊങ്ങിക്കിടക്കുന്നു. ഇരുണ്ട ഓറഞ്ച് വരകളെ ബെൽറ്റുകളെന്നും ഭാരം കുറഞ്ഞ വരകളെ സോണുകളെന്നും വിളിക്കുന്നു. നമുക്കൊരു ചെറിയ ദൂരദർശിനിയുടെ സഹായത്തോടെ അതിൻ്റെ വർണ്ണാഭമായ മേഘങ്ങളെ കാണാനാവും. അവ കിഴക്കോട്ടും പടിഞ്ഞാറേക്കും വിപരീത ദിശകളിലേക്ക് ഒഴുകുന്നു. വ്യാഴത്തിൻ്റെ ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന വലിയ റെഡ് സ്പോട്ട് നൂറുകണക്കിന് വർഷങ്ങളായി വീശിയടിക്കുന്ന ഒരു ഭീമൻ കൊടുങ്കാറ്റാണ്. ഭൂമിയേക്കാൾ കാലപ്പഴക്കമുണ്ടത്രേ അതിന്. മണിക്കൂറിൽ 100 കണക്കിന് മൈൽ വേഗതയിൽ ഗ്രഹത്തിനു ചുറ്റും ആഞ്ഞടിക്കാൻ കഴിയുന്ന ഭയാനകമായ കൊടുങ്കാറ്റുകൾ. 778 ദശലക്ഷം കിലോമീറ്ററാണ് സൂര്യനിൽ നിന്നുള്ള വ്യാഴത്തിൻ്റെ ഏകദേശ അകലം. 43 മിനിറ്റ് സഞ്ചരിച്ചാണ് സൂര്യപ്രകാശം അവിടെ എത്തുന്നത്. ചെറുതും വലുതുമായ ഏതാണ്ട് 95 ചന്ദ്രന്മാരെ നാം ഇതുവരെ വ്യാഴത്തിൻ്റെതായി കണ്ടെത്തിയിട്ടുണ്ട്. 1610 ജ്യോതിശാസ്ത്രജ്ഞനായ ഗലീലിയോ ഗലീലി നിരീക്ഷിച്ച അയോ, യൂറോപ്പ, ഗാനിമീഡ്, കാലിസ്റ്റോ തുടങ്ങിയ ഗലീലിയൻ ഉപഗ്രഹങ്ങളെന്നറിയപ്പെടുന്ന 4 വലിയ ഉപഗ്രഹങ്ങളും എണ്ണമറ്റ ചെറിയ ഉപഗ്രഹങ്ങളും നിറഞ്ഞ ഒരു ചെറിയ സൗരയൂഥമാണ് വ്യാഴം. ഏറെ സവിശേഷതകൾ നിറഞ്ഞവയാണ് വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങൾ. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വത സജീവമാണ് വ്യാഴോപഗ്രഹമായ അയോ എങ്കിൽ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ഗാനിമീഡ്. ഗ്രഹമായ ബുധനേക്കാൾ വലിപ്പമുണ്ട് അതിന്. യൂറോപ്പ എന്ന ഉപഗ്രഹം ഒരു മഞ്ഞുമൂടിയ പുറന്തോടിന് കീഴിൽ ചൂടുവെള്ളത്തിൻ്റെ ഒരു വലിയ സമുദ്രം നിറഞ്ഞതാണ്. ജീവന്റെ ചില സാധ്യതകൾ അവിടെ ഉണ്ടായേക്കാമെന്ന് കരുതുന്ന ജ്യോതിശാസ്ത്രകാരന്മാരുണ്ട്. 2024 ഒക്ടോബർ 14 വിക്ഷേപിച്ച നാസയുടെ യൂറോപ്പ ക്ലിപ്പർ വ്യാഴത്തിൻ്റെ യൂറോപ്പ ഉപഗ്രഹത്തിൻ്റെ നിഗൂഢമായ സമുദ്രങ്ങളെയും ജീവസാധ്യതകളെയും അന്വേഷിക്കുന്ന ശാസ്ത്ര ദൗത്യമാണ്. 2030 ഏപ്രിലോടുകൂടി അവിടെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്ന ആ പേടകം നമ്മുടെ പ്രതീക്ഷകളുമായി അവിടേക്ക് അങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. ചെറുതും ഇരുണ്ടതുമായ കണികകൾ ചേർന്ന വ്യാഴത്തിൻ്റെ വളയങ്ങൾ 1979 നാസയുടെ വോയേജർ 1 ബഹിരാകാശ പേടകം കണ്ടെത്തിയത് നമുക്ക് വലിയ കൗതുകമായിരുന്നു. ശനിയുടേതുപോലെ നമുക്കത് ദൃശ്യമായിരുന്നില്ല. സൂര്യപ്രകാശം മങ്ങി നിൽക്കുന്ന സമയത്ത് മാത്രമാണ് അത് കാണാൻ കഴിയുക. വ്യാഴത്തോടടുത്തു സ്ഥിതി ചെയ്യുന്ന അതിൻ്റെ ചെറിയ ഉപഗ്രഹങ്ങൾ ഉൽക്കകളുമായും മറ്റും കൂട്ടിയിടിച്ചുണ്ടാകുന്ന പൊടിപടലങ്ങളാണ് വ്യാഴത്തിൽ വളയങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നാണ് പഠനം.